രഹസ്യവിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഡോക്ടർ ജുമാന നാഗർവാല അറസ്റ്റിലായത്. ഡോക്ടർ നിരവധി കുട്ടികളിൽ ചേലാകർമ്മം നടത്തിയെന്നാണ് പോലീസ് ചുമത്തിയിരിക്കുന്ന കുറ്റം. കഴിഞ്ഞ 12 വർഷമായി 6നും 12നും ഇടയിലുള്ള പെൺകുട്ടികളെ ഡോക്ടർ ജുമാന ചേലാകർമ്മത്തിന് വിധേയമാക്കിയിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഡോക്ടർ ഇക്കാര്യം നിഷേധിച്ചു. പ്രതി അതിക്രൂരമായ ചേലാകർമ്മത്തിന് നേതൃത്വം നൽകിയെന്ന വാദത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുകയാണ്. ഡെട്രോയിറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഡോക്ടറെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കുറ്റം തെളിഞ്ഞാൽ ഡോക്ടർ ജുമാനയ്ക്ക് ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടിവരും. അതീവ രഹസ്യമായാണ് ഇവർ കൃത്യം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. 1996-ൽ അമേരിക്കയിൽ ചേലാകർമ്മം നിയമവിരുദ്ധ നടപടിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരോധനത്തിന് ശേഷം പിടിയിലാകുന്ന ആദ്യ വനിതാ ഡോക്ടറാണ് ജുമാന. ഇതിനു മുമ്പ് ചേലാകർമ്മം നടത്തിയ കുറ്റത്തിന് 2006-ൽ എത്യോപ്യൻ വംശജൻ പിടിയിലായിട്ടുണ്ട്. 2 വയസ്സുകാരി മകളെ വെറും കത്രിക ഉപയോഗിച്ച് ചേലാകർമ്മം നടത്തിയെന്നതായിരുന്നു അയാളുടെ പേരുള്ള കുറ്റം. 10 വർഷം തടവാണ് കോടതി ഇയാൾക്ക് വിധിച്ചത്. 2012-ലെ കണക്കനുസരിച്ച് സ്ത്രീകളും പെൺകുട്ടികളുമടക്കം 5 ലക്ഷത്തോളം പേർ അമേരിക്കയിൽ ചേലാകർമ്മത്തിന് വിധേയമായിട്ടുണ്ട്. ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ ലോകത്താകമാനം ഏതാണ്ട് 200 ദശലക്ഷം പേർ ചേലാകർമ്മത്തിന് വിധേയമായിട്ടുണ്ടെന്നാണ് UN പുറത്തുവിട്ടിരിക്കുന്ന കണക്ക്.